ഇന്നിപ്പോ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച്. കാരണം അവൾക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ളവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ 200 പവനും അത്യാവശ്യം ജോലിയും കാണാൻ സുന്ദരിയായ ഒരു കുട്ടിയും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം ഇതുപോലെ ഈ ഡിവോഴ്സ് ആയിട്ട്, അതായത് ഭർത്താക്കന്മാര് വേണ്ടാന്ന് വെക്കുന്ന സ്ത്രീ ആദ്യമായിട്ട് ഈ കുട്ടി മാത്രമാണ് ഈ ലോകത്ത് ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടാന്ന് വെക്കും, ചിലപ്പോൾ സ്ത്രീകൾ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞ്. ഇത് നമ്മുടെ സർവ്വസാധാരണമായി. പണ്ടൊക്കെയാണത് ഇത്രയും ഉണ്ടായില്ല. ഇപ്പൊ ഇതൊരു സർവ്വസാധാരണമായ കാര്യമാണ്. അപ്പൊ സമൂഹത്തെ പേടിക്കേണ്ട കാര്യമാണെന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം സമൂഹമൊക്കെ ഇപ്പൊ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടു കൂട്ടർക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. അതിനെ ഇവര് തെരഞ്ഞെടുത്ത വഴിയാണ് ഇവര് ആത്മഹത്യ ചെയ്തത്. ഇവിടെ അതിനുശേഷം ആ പയ്യനെ ഒരുപാട് പേര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം അവനെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ അവന് മരമോന്തനാണ്, അവന് ഈ പെണ്ണ് ഇത്രയും സുന്ദരിനെയാണോ അവന് കൊടുത്തത്, അല്ലെങ്കിൽ തിരുവനന്തപുരംകാരങ്ങനെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ഇവിടെ ഒരു കാരണമാണോ? അവൻ വേണ്ട എന്ന് വെച്ചാൽ വേണ്ട. ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയാഞ്ഞത് ഈ അമ്മയ്ക്കും മകൾക്കുമാണ് ഈ ഭൂമിയിൽ. അതിന് ആരും ഉത്തരവാദികളല്ല. അവര് മാത്രമാണ് ഉത്തരവാദി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് മനസ്സിന് ധൈര്യമില്ലായിരുന്നെങ്കിൽ അവർക്ക് ഏതെല്ലാം രീതി തേടാമായിരുന്നു. ഒരു ഡോക്ടറെ കണ്ട്, ഒരു കൗൺസിലിംഗ് ചെയ്ത് എന്തെങ്കിലും രീതിയിൽ അവർ ജീവിക്കാൻ പാടില്ലേ? ഈ മകൾ മരിച്ചതിനും ഒരു കാരണം ഈ അമ്മയും കൂടിയാണ്. അമ്മ മുന്നിട്ട് നിന്ന് ഈ മകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ അമ്മേനെ കൊണ്ട് കഴിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഓരോ കല്യാണം കഴിച്ച ചെക്കന് കുറ്റം പറയുന്നവരോട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവന് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അവൻ ഇനി ഇവര് കെഞ്ചി പറഞ്ഞപ്പോൾ നാളെ അവൻ കൊണ്ടുപോയിട്ട് ഇതിലും വലിയൊരു ജീവിതത്തിലേക്ക് പോവാനാണോ? അതിലും നല്ലത് ഇവര് ഇന്നത്തെ രീതിയിൽ ജീവിച്ച് ഇവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അതിനെ ആത്മഹത്യ ചെയ്യുകയാണോ? ഇനിയും ഇതുപോലെ ഓരോ അവസ്ഥകൾ ജീവിതത്തിൽ വരുന്നവരെ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. അത് ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിച്ച് കളയേണ്ടതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയല്ലേ?